കാര്യം ഈ 1 മുതൽ 14 വരെയുള്ള ബൂത്തിൽ ഒരിടത്ത് PV അൻവർ രണ്ടാം സ്ഥാനത്താണ്. അതാണ് നേരത്തെ പ്രസാദ് പറഞ്ഞത്. നമ്മൾ നേരത്തെ ആ കാര്യം വിശകലനം ചെയ്യാൻ ഇടയായ സാഹചര്യം. അതായത് അവിടെ അൻവറാണ് ഷൗക്കത്ത് വിരുദ്ധ LDF വിരുദ്ധ വോട്ടുകൾ പിടിക്കുന്ന അൻവറാണ്. അപ്പോൾ അവിടെ ആ വോട്ട് നേരെ LDF വിരുദ്ധ സ്വരാജ് വിരുദ്ധ വോട്ടുകൾ എന്ന് വെച്ചാൽ UDF ശക്തി കേന്ദ്രമാണല്ലോ. കോൺഗ്രസിന്റെ ലീഗിന്റെ ഒക്കെ നേരെ വോട്ടുകൾ നേരെ ഷൗക്കത്തിലേക്ക് പോയിരുന്നെങ്കിൽ അദ്ദേഹത്തിന്റെ നമ്പർ വർദ്ധിച്ചേനെ. പക്ഷേ അത് ഇളക്കിയിട്ട് അത് എന്തായാലും LDF കിട്ടുന്ന വോട്ടല്ല, പക്ഷെ അത് PV അൻവറിലേക്ക് വന്നത്. അപ്പോൾ LDF നിശ്ചയമായിട്ടും കിട്ടാവുന്ന വോട്ടുകൾ അപ്പുറത്ത് കിടക്കുന്നുണ്ട്. ഇവിടെ ഈ പറയുന്ന അവരുടെ പഞ്ചായത്തുകളിലും നിലമ്പൂർ നഗരസഭയിലും ഒക്കെ. അപ്പോൾ അങ്ങോട്ടേക്കാണ് വോട്ടെണ്ണൽ പോകുന്നത്. വോട്ടെണ്ണൽ കഴിഞ്ഞ ഇടങ്ങളിലാണെങ്കിൽ ഷൗക്കത്തിന് ഇത്ര ലീഡുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ ഷൗക്കത്തിന് കിട്ടേണ്ടുന്ന വോട്ടുകൾ സർക്കാർ വിരുദ്ധ വികാരം വോട്ടായി മാറിയത് അൻവറിനാണ്. കറക്റ്റ്, അതാണ് അതിന്റെ പോയിന്റ്. സർക്കാർ വിരുദ്ധ വികാരം ഈ പറയുന്ന അൻവറിലേക്ക് പോയിരിക്കുന്നു. സർക്കാർ വിരുദ്ധ വികാരം ഷൗക്കത്തിലേക്ക് കേന്ദ്രീകരിച്ചിരുന്നെങ്കിൽ ഷൗക്കത്തിന്റെ വിജയം അനായാസമാകുമായിരുന്നു. അപ്പോൾ സർക്കാർ വിരുദ്ധ വികാരം പ്രതിഫലിക്കാത്ത LDF സ്ഥലങ്ങളിലേക്ക് ചെന്നാൽ, വോട്ടെണ്ണൽ ചെന്നാൽ സ്വരാജിന് വോട്ട് സമാഹരിക്കാനാവില്ലേ എന്ന ചോദ്യം ഇപ്പോഴും അവിടെ നിൽക്കുകയാണ്. അങ്ങേയറ്റം സൂക്ഷ്മമായിട്ട് നോക്കിക്കാണേണ്ടുന്ന നിമിഷങ്ങളിലേക്കാണ് നമ്മൾ കടക്കുന്നത്. അങ്ങേയറ്റം ഗംഭീരമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് വിധിയായിരിക്കും വരുന്നത് എന്ന് സംശയിക്കേണ്ടതേ ഇല്ല. പ്രസാദ് അതിസൂക്ഷ്മമായിട്ടാണ് വിവരങ്ങൾ നൽകുന്നത്. PV അൻവർ ഏത് നിലക്കാണ് ഷൗക്കത്തിനൊരു നെഞ്ചെടുപ്പ് കൂട്ടുന്നത്, LDF പക്ഷത്തിന് ഒരല്പം ഒരു സന്തോഷം. 693 വോട്ടുകൾക്കാണ് പിന്നിൽ എന്ന് വെച്ചാൽ ലീഡ് കുറഞ്ഞു, അല്ലെ? ലീഡ് കുറഞ്ഞു. 693 വോട്ടുകൾക്ക് മുന്നിട്ട് നിൽക്കുകയാണ് ഷൗക്കത്ത്. ലീഡ് നില 700 മുകളിലേക്ക് എത്തിയ ഷൗക്കത്തിനേത് 693 കുറഞ്ഞു. 87 നിന്ന് 693 വോട്ടുകളായി കുറഞ്ഞിട്ടുണ്ട്. ലീഡ് കുറയുന്നതോ കൂടുന്നതോ ഈ ഘട്ടത്തിൽ എന്തെങ്കിലും തരത്തിൽ അന്തിമമായിട്ടുള്ള ഒരു കാര്യത്തിന്റെ പ്രതിഫലനമായിട്ട് കാണരുത്. പക്ഷെ അപ്പോഴും ആഹ്ലാദ കയ്യടികൾ നേരത്തെ ഉണ്ടായിരുന്ന ശബ്ദത്തിലല്ല UDF ക്യാമ്പിൽ വരുന്നത് നമ്മൾ കാണണം. 693 വോട്ടുകൾക്ക് ആണ് അദ്ദേഹം ലീഡ് ചെയ്യുന്നത്. ഷൗക്കത്തിന് ലീഡ് കുറയുകയാണ് എന്ന് തൊട്ട് മുമ്പുള്ള ലീഡ് വെച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. ഇവിടെ പ്രധാനപ്പെട്ട കാര്യം PV അൻവർ വോട്ട് പിടിച്ചിരിക്കുന്നു. ഈ വഴിക്കടവില് UDFന്റെ ലീഡ് കുറയുന്നത് എന്തിന്റെ സൂചനയാണ് സനീഷ്? വഴിക്കടവിൽ UDF ലീഡ് കുറയുന്നത് അവിടെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അൻവർ ആ വോട്ട് പിടിക്കുകയാണ്. അതായത് ഇവിടെ നിർണായകമാവുക നിലമ്പൂരിൽ ഭരണവിരുദ്ധ വികാരം ആണ് എന്നതായിരുന്നു ഞാൻ മുമ്പ് മുതലേ പറഞ്ഞിരുന്ന കാര്യം. ഭരണവിരുദ്ധ വികാരം എന്ന് വെച്ചാൽ പൊതുവിൽ ആ മണ്ഡലത്തിൽ ആകെയുള്ള ഭരണവിരുദ്ധ വികാരമല്ല. മറ്റു മണ്ഡലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവിടെയുള്ളൊരു സവിശേഷത, ഇവിടെ പൊളിറ്റിക്കലി ഡിവൈഡ് ചെയ്യപ്പെട്ടിരിക്കുന്ന അതിശക്തമായിട്ടുള്ള രാഷ്ട്രീയ ബോധ്യങ്ങളുള്ള വോട്ടർമാരാണ്. അതായത് ഫ്ലോട്ടിംഗ് വോട്ടർമാരുടെ എണ്ണം കുറവാണ്. അതുകൊണ്ട് UDF സംസ്ഥാന സർക്കാർ വിരുദ്ധതയാണ് അവിടെ പ്രതിഫലിക്കുക. UDF എന്ന് വെച്ചാൽ സംസ്ഥാനത്തിൻ്റെ ആകെ അല്ലെങ്കിൽ മണ്ഡലത്തിൻ്റെ ആകെയല്ല. LDF ഭരണവിരുദ്ധ വികാരം അവിടെ ഉണ്ടാകില്ല. കാരണം LDF അത്രക്ക് അടിയുറച്ച CPM പ്രവർത്തകരും LDF പ്രവർത്തകരുമാണ്. പക്ഷേ UDF അതിശക്തമായിട്ട്, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ ലീഗിന് എങ്ങനെയെങ്കിലും ഭരണത്തിലേക്ക് വരണം, അതുകൊണ്ട് അതിശക്തമായിട്ട് ഇവർക്കെതിരായിട്ടുള്ള ഒരു വികാരമുണ്ട്. അപ്പോൾ വഴിക്കടവ് നിശ്ചയമായിട്ടും UDF അങ്ങനെ സർക്കാർ വിരുദ്ധ വികാരമുള്ള ഒരു സ്ഥലമാണ്. ആ വഴിക്കടവിൽ പക്ഷേ PV അൻവർ ആ ഭരണവിരുദ്ധ വികാരം ഉള്ള വോട്ടുകളെ തന്റേതായി മാറ്റിയിരിക്കുന്നു എന്നത് അവർക്കൊരല്പം ബുദ്ധിമുട്ടുണ്ടാകാനുള്ള സാഹചര്യം. വീട്ടിൽ ഇപ്പോൾ തന്നെ ആഹ്ലാദ പ്രകടനമൊക്കെ തുടങ്ങിയെന്ന് അജിത്ത് നമുക്കൊപ്പം റിപ്പോർട്ട് ചെയ്തിരുന്നു.